IPL മാച്ച് നമ്പർ 39 ഇന്നലെ അവസാനിച്ചപ്പോൾ മറ്റൊരു തകർപ്പൻ വിജയമായിരുന്നു ഗുജറാത്ത് സീസണിൽ നേടിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച കൊൽക്കത്ത ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വളരെ നല്ല സ്റ്റാർട്ടായിരുന്നു GT ഓപ്പണേഴ്സ് അവർക്ക് കൊടുത്തത്. വിക്കറ്റ് നഷ്ടമില്ലാതെ 45 പവർ പ്ലേയിൽ GT എടുത്തപ്പോൾ പവർ പ്ലേ കഴിഞ്ഞിട്ടും സ്കോറിംഗ് റേറ്റ് നന്നായി കീപ്പ് ചെയ്ത് ഇരുവരും മുന്നോട്ട് പോയിരുന്നു. പന്ത് ചെറുതായി ഗ്രിപ്പ് ചെയ്തിരുന്ന ഒരു ട്രാക്കിൽ കൊൽക്കത്തയുടെ സ്പിന്നേഴ്സിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതായിരുന്നു അവർക്ക് തിരിച്ചടിയായി മാറിയത്. ഇതോടെ വിക്കറ്റ് കിട്ടാതെ ആവുകയും റൺ റേറ്റ് ഉയരുകയും ചെയ്തിരുന്നു. ഒടുവിൽ 13-ാം ഓവറിലായിരുന്നു 52 നേടിയ സുദർശൻ ഔട്ടായത്. എന്നാൽ പിന്നാലെ വന്ന ബട്ട്ലർ കഴിഞ്ഞ മത്സരത്തിലെ ഫോം അതുപോലെ തന്നെ തുടർന്നപ്പോൾ സ്കോറിംഗ് ഒരു പ്രശ്നമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. ഒടുവിൽ 20 ഓവറിൽ 198-ന് 3 എന്ന നിലയിലാണ് ഗുജറാത്ത് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ശുഭ്മാൻ ഗിൽ 90 നേടിയപ്പോൾ ബട്ട്ലർ 41 നേടി പുറത്താകാതെ നിന്നു. എല്ലാ ഗെയിമിലും കാണുന്നത് പോലെ തന്നെ GTയുടെ ടോപ്പ് ഓർഡർ തന്നെയാണ് ബൾക്ക് സ്കോറിംഗ് ഇന്നലെയും നടത്തിയത്. ടീം ടോട്ടലിന്റെ 92% റൺസും അവർ തന്നെയാണ് ഇന്നലെ എടുത്തത്. ചേഞ്ച് ഓഫ് പേസ് പന്തുകൾ നന്നായി വർക്ക് ചെയ്തിരുന്ന ഒരു ട്രാക്കിൽ കൊൽക്കത്തയുടെ ഫാസ്റ്റ് ബോളേഴ്സും സ്പിന്നേഴ്സും എറിഞ്ഞ ലെങ്ത് ആയിരുന്നു അവരെ ചതിച്ചത്. ഒരു നല്ല ഓവർ ആരെങ്കിലും എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി ഒരു മോശം ഓവർ മറ്റാരെങ്കിലും എറിയുമെന്ന നിലയിലായിരുന്നു അവരുടെ ബോളിംഗ്. മെയിൻ സ്പിന്നേഴ്സിനെ തിരിഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്തതോടെ 11 ഓവറിൽ 96 റൺസാണ് ഈ ട്രാക്കിൽ ഒരു വിക്കറ്റ് പോലും എടുക്കാതെ കൊൽക്കത്ത സ്പിന്നേഴ്സ് ഇന്നലെ വിട്ടുകൊടുത്തത്. അവിടെ തന്നെ ഗെയിം KKRന്റെ കയ്യിൽ നിന്നും സ്ലിപ്പായി തുടങ്ങി. മറുപടി ബാറ്റിംഗിൽ ഓപ്പണേഴ്സ് പവർ പ്ലേക്കുള്ളിൽ തന്നെ പോയപ്പോൾ 45-2 എന്ന നിലയിലായിരുന്നു KKR. എന്നാൽ 6-ാം ഓവർ മുതൽ സ്പിൻ വന്നതോടെ ഗെയിം കംപ്ലീറ്റ് ആയി കൺട്രോൾ ചെയ്യാൻ GTക്ക് സാധിച്ചു. പിന്നെ 13-ാം ഓവർ വരെ വെറും 50 മാത്രമാണ് GT സ്പിന്നേഴ്സ് വിട്ടുകൊടുത്തത്. കൂട്ടത്തിൽ ഇൻഫോം രഹാനയുടെ വിക്കറ്റും പോയിരുന്നു. വെങ്കടേഷ് അയ്യർ സ്ട്രഗിൾ ചെയ്തത് സ്കോറിങ്ങിനെ ബാധിക്കുകയും ഒപ്പം രഹാനയ്ക്ക് എക്സ്ട്രാ പ്രഷർ ആ ടൈമിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് മെയിനായി ബാറ്റിംഗിൽ കൊൽക്കത്തയ്ക്ക് പിടിച്ചത്. രഹാനെ അല്ലാതെ ടീമിന്റെ മിഡിൽ ഓർഡറിൽ ആരും നന്നായി കളിക്കുന്നില്ല എന്ന പ്രശ്നം ഇന്നലെയും നിഴലിച്ചു കാണുന്നുണ്ടായിരുന്നു. എല്ലാ ഗെയിമിലും ഇമ്പാക്ട് പ്ലെയറായി നേരത്തെ വരുന്ന രഘുവംശിയെ ഇന്നലെ നേരത്തെ ഇറക്കാതെ 9-ാമനായി 100% കളി തോറ്റതിനു ശേഷമായിരുന്നു ക്രീസിൽ കൊണ്ടുവന്നത്. ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ ഇതുപോലെ ഒരു റൺ ചേസിൽ എന്ത് കണ്ടിട്ടാണ് കൊൽക്കത്ത അങ്ങനെ ഉപയോഗിച്ചത് എന്ന് മാത്രം മനസ്സിലായില്ല. രഹാന പോയി റസൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും റിക്വയർഡ് റൺ റേറ്റ് 16-ന് മുകളിലേക്ക് പോയിരുന്നു. പിന്നീട് ജസ്റ്റ് ചടങ്ങ് മാത്രമായിരുന്നു ഇന്നലത്തെ മത്സരം. മെയിൻലി രണ്ട് ടീമിന്റെയും സ്പിന്നേഴ്സിന്റെ പെർഫോമൻസ് ആയിരുന്നു മത്സരത്തിൽ ഡിഫറൻസ് കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ റാഷിദ് ഖാൻ 3 ഓവറിൽ 10 റൺസും സായി കിഷോർ 3 ഓവറിൽ 19 റൺസുമായിരുന്നു വിട്ടുകൊടുത്തത്. 3 വിക്കറ്റും ഇവർ എടുത്തിരുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഇന്നലെയും ഇംപ്രസീവ് ആയിരുന്നു. വിജയത്തോടെ 12 പോയിന്റുമായി GT പ്ലേ ഓഫിനരികെ എത്തിയിട്ടുണ്ട്. KKRന് കാര്യങ്ങൾ ടൈറ്റായി മാറുകയും ചെയ്തു.